ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബർ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ DHA ലൈസൻസ് ആക്റ്റീവ് ആയതിനു ശേഷം നമ്മൾ DHA എലിജിബിലിറ്റി റിന്യൂ ചെയ്യണോ എന്നുള്ളത് ആക്ച്വലി ഇതൊരു പൊട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ചോദിച്ച സബ്സ്ക്രൈബർക്ക് എന്താണ് എലിജിബിലിറ്റി, എന്താണ് ലൈസൻസ് എന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എലിജിബിലിറ്റി തന്നെയാണ് ലൈസൻസ് ആയിട്ട് മാറ്റുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോസുകൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആൾസോ ഞാൻ എന്താണ് എലിജിബിലിറ്റി, എങ്ങനെ റിന്യൂ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പിന്നെയും ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അത് എന്താ ഇവിടെ വരാത്തോണ്ടും ആദ്യമായിട്ട് വരാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വൺസ് നമ്മൾ എക്സാം പ്രോമെട്രിക് എക്സാം എഴുതി, ഇപ്പൊ DH അല്ലെങ്കിൽ DOH MOH ഏതെങ്കിലും ഒരു എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ ആണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ അത് നമ്മൾ എടുക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ ഫ്ലോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. വൺസ് അതല്ല ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തിട്ട് എലിജിബിലിറ്റിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കിട്ടുക. അത് ഞാൻ അവിടെ കൊടുത്തേക്കാം, എലിജിബിലിറ്റി ലെറ്റർ. ആ ഒരു എലിജിബിലിറ്റി ലെറ്റർ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചറിയാൻ പറയും. ഈ ഒരു സെയിം സംഭവമാണ് നമുക്ക് പിന്നീട് ലൈസൻസ് ആക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താ, എലിജിബിലിറ്റി നമുക്ക് വൺസ് ലൈസൻസ് അയക്കാൻ എലിജിബിലിറ്റി റിന്യൂ ചെയ്യണോ? എന്തിന് എലിജിബിലിറ്റി റിന്യൂ ചെയ്യുന്നു? ഈ എലിജിബിലിറ്റി ആണ് നമുക്ക് ലൈസൻസ് ആക്കി മാറ്റുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോം കെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവരാണ് നമുക്ക് എന്താക്കി തരുന്ന, അവരുടെ അണ്ടറിൽ. അപ്പൊ നമുക്ക് ലൈസൻസിൽ കാണാൻ വേണ്ടി പറ്റും ഇന്ന അണ്ടറിലാണ് ലൈസൻസ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇന്ന അണ്ടറിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു എലിജിബിലിറ്റിയുടെ കൂടെ ആഡ് ആക്കിയിട്ട് എന്താക്കും, എലിജിബിലിറ്റിയുടെ കൂടെ താഴെ ഉണ്ടാവും. അതായത് നമുക്ക് അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ഞാൻ ഇവിടെ മോഡൽ കൊടുത്തിട്ടുണ്ട്, അതുപോലത്തെ ഒരു പേപ്പർ ആയിരിക്കും. വൺസ് ലൈസൻസ് ആയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആരുടെ അണ്ടറിലാണ് ലൈസൻസ് ആയിട്ടുള്ളത്, ലൈസൻസ് നമ്പർ ഇന്ന തൊട്ടിട്ട്, അതായത് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ ലൈസൻസ് എടുത്തു തരുമ്പോൾ. ഈച്ച് ഇയറിൽ നമ്മൾ അത് റിന്യൂ, നമ്മൾ ആരുടെ അണ്ടറിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവരത് നമുക്ക് ഈച്ച് ഇയറിൽ റിന്യൂ ചെയ്തു തരും. അപ്പൊ ആ റിന്യൂ ചെയ്യണതിന് മുന്നേ നമുക്ക് 20 നേഴ്സസിന് 20 CPD പോയിന്റ്സ് വേണം. അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ CPD പോയിന്റ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റിന്യൂവലിനെ കുറിച്ചിട്ടോ അറിയണമെങ്കിലൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോസ് ഡീറ്റെയിൽസ് വൈസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ എലിജിബിലിറ്റി നമ്മൾ ഒരിക്കലും വൺസ് നിങ്ങൾ ലൈസൻസ് ആക്കിയിട്ടില്ലെങ്കിൽ ഇയർലിന്റെ മുന്നേ ആയിട്ട് നമ്മൾ 1 ഇയർ തികണതിന് മുന്നേ ആയിട്ട് റിന്യൂ ചെയ്യണം. അല്ല, വൺസ് ലൈസൻസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്യേണ്ട, അതായത് പിന്നെ എലിജിബിലിറ്റി ഇല്ല, ആ എലിജിബിലിറ്റി ആണ് ലൈസൻസ് ആകുന്നത്. പിന്നെ അതിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ഒരു ബോധം, നിങ്ങൾ CPD പോയിന്റ്സ് എന്ത് ചെയ്യുക, ഷെയർ പോർട്ടലിൽ കയറി അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അത് റിന്യൂവൽ ചെയ്യുന്നത്, ലൈസൻസ് എക്സ്പയർ ആവുന്നതിന് മുന്നേ നമ്മുടെ ഹോസ്പിറ്റലോ ക്ലിനിക്കോ ആരാണോ നമുക്ക് ആക്ടിവേറ്റ് ആക്കി തന്നത് അവർ നമുക്ക് ചെയ്തോളൂ. നമ്മൾ അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ എലിജിബിലിറ്റി തന്നെയാണ് ലൈസൻസ് ആയി മാറുന്നത്. എലിജിബിലിറ്റി വേറെ, ലൈസൻസ് വേറെ ഒന്നുമല്ല. നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആക്കരുത്. എലിജിബിലിറ്റി ആണ് നമുക്ക് പിന്നെ ലൈസൻസ് ആക്കുന്നത്. അപ്പൊ പിന്നെ എലിജിബിലിറ്റി ഇല്ല, പിന്നെ നമുക്ക് ലൈസൻസ് ആണ് ഉള്ളത്. ലൈസൻസ് ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു, ഇപ്പൊ ലൈസൻസ് ആക്കി, ഇപ്പോ ഹോസ്പിറ്റലിൽ എക്സാമ്പിൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ ജോലി കിട്ടി, നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട്, അവർ ആദ്യം നിങ്ങളോട് പറയുന്നത് വിസയുടെ കാര്യങ്ങളിലെ പേപ്പർ അയച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എന്താക്കുന്നുണ്ട്, എലിജിബിലിറ്റി അയച്ചു കൊടുക്കാൻ പറയും. അപ്പൊ അവരത് എന്തേക്കും, എലിജിബിലിറ്റി നമുക്ക് ലൈസൻസ് ആക്കി തന്നു കഴിഞ്ഞാൽ അതിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 ഇയർ ആയിട്ട്. അപ്പൊ അത് തീരണേന്, അതിപ്പോ മാർച്ചിൽ എടുത്തെങ്കിൽ നെക്സ്റ്റ് മാർച്ചിന്റെ മുന്നേ ആയിട്ട് നമുക്കത് എക്സ്പയർ ആവും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ബോട്ടിൽ കയറുക. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ക്ലാസ്സുകളോ അല്ലെങ്കിൽ കോൺഫറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ എന്തെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് CPD പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കിട്ടും. അതായത് വിത്ത് സർട്ടിഫിക്കറ്റിൽ ഇത്ര CPD പോയിന്റ്സ്, 1 അവർ CPD പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവും ഓരോ ക്ലാസ്സും കാര്യങ്ങളും. അത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് അതിനകത്തൊക്കെ കയറിയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഷെയർ പോർട്ടലിൽ കയറി അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ വൺസ് 20 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. 1 ഇയറിൽ 20 CPD പോയിന്റ്സ് മതി. അപ്പോൾ നമ്മൾ എന്താക്കും, ലൈസൻസ് എക്സ്പയർ ആവുന്നതിന് മുന്നേ ആയിട്ട് അത് ഷെയർ പോർട്ടലിൽ കയറി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് ഹോസ്പിറ്റലുകാർ നമുക്കത് റിന്യൂ ചെയ്യുമ്പോൾ അവരത് ഓട്ടോമാറ്റിക്കലി റിന്യൂ ചെയ്യും.
അപ്പൊ അത് റിന്യൂ ചെയ്യണ സമയത്ത് നമുക്ക് ആ 20 CPD പോയിന്റ്സ് അതിനകത്ത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ വീണ്ടും എന്താക്കണം, എക്സാമും കാര്യങ്ങളൊക്കെ എഴുതണം CPD പോയിന്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പൊ CPD പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അറിയില്ലാത്തവർ എന്റെ പ്രീവിയസ് വീഡിയോസ് പോയി കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് വൈസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതും എന്താണ് CPD പോയിന്റ്സ് എങ്ങനെ എടുക്കാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൺസ് ഇപ്പൊ നമ്മൾ ഒരു വർഷമായിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പൊ നമുക്ക് അവരെന്താവും, ഈ ഒരു ലൈസൻസ് എന്നുള്ളത് ക്യാൻസൽ ആക്കി തരും. അവരത് ക്യാൻസൽ ആക്കും. അത് ആരാണോ നമുക്ക് ലൈസൻസ് ആക്ടിവേറ്റ് ആക്കി തന്നത് അവരാണ് അത് ക്യാൻസൽ ആക്കുന്നത്. അവരത് ക്യാൻസൽ ആക്കുമ്പോൾ പിന്നെ നമുക്ക് എന്താവും, എലിജിബിലിറ്റി എന്നുള്ള ലെറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ലൈസൻസ് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്ന് വെച്ചാൽ എലിജിബിലിറ്റി ലെറ്റർ ആയിരിക്കും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് 1 ഇയറിന് നമുക്ക് ആ ഒരു എലിജിബിലിറ്റി ലെറ്ററും കൊണ്ട് നമുക്ക് നടക്കാം. 1 ഇയർ തികണതിന് മുന്നേ നമ്മൾ എന്താക്കണം, ആ എലിജിബിലിറ്റി റിന്യൂ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താവും, വീണ്ടും എക്സാം എഴുതണം കേട്ടോ. അപ്പൊ ഇതാണ് എലിജിബിലിറ്റിയെ കുറിച്ചിട്ടും ലൈസൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതിൻ്റെ ഒരു ആൻസർ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.